ഹായ്. ഞാനൊരു സൈക്ലിങ്ങിൻ്റെ ഇടയ്ക്കാണ്. സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. കുറച്ച് സീരിയസ് ആയിട്ട് സൈക്ലിങ്ങിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ഫേസിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അഥവാ നന്നായിട്ട് മസിൽ പെയിൻ ഉണ്ടാവും. ലോങ് ഡിസ്റ്റൻസ് സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മസിൽ പെയിൻസ് ഉണ്ടാവും, ബട്ടക്സ് നല്ല പെയിൻ ഉണ്ടാവും. ഈ സൈക്കിളിൻ്റെ സീറ്റ് സാധാരണ ബൈക്കിൻ്റെ സീറ്റ് പോലെ അല്ലല്ലോ, കുറച്ചും കൂടെ ഹാർഡായിരിക്കും. സോ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഇൻ ദാറ്റ് ടൈം. പക്ഷേ ആ ഒരു പെയിന് കുറച്ച് ദിവസം സഫർ ചെയ്യാൻ നമ്മൾ റെഡിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കംഫേർട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരു വിത്തിൻ 1 വീക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് വരും. അങ്ങനെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത് റെഗുലറായിട്ട് സൈക്ലിംഗ് ചെയ്ത് ഇപ്പോൾ സൈക്ലിംഗ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു 50 കിലോമീറ്ററോ 100 കിലോമീറ്ററോ ഒന്നും ഒരു ദിവസം സൈക്ലിംഗ് ചെയ്താലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അത് മാത്രമല്ല, നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റാറുണ്ട്. അതുപോലെ തന്നെ ലോങ് റൈഡുകളൊക്കെ പോകുന്ന സമയത്ത് ആദ്യത്തെ 1-2 കിലോമീറ്റർ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും, കുറച്ച് ക്ഷീണമൊക്കെ എതുപ്പും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു 2 കിലോമീറ്റർ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എത്ര ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരാറില്ല. അതുപോലെ തന്നെ നിർത്താൻ തോന്നാറില്ല. കണ്ടിന്യൂസ് ആയിട്ട് സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റാറുണ്ട്. പലപ്പോഴും ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സൈക്ലേഴ്സ് യൂഫോറിയ എന്ന് പറയും. കാരണം നമുക്കത് ആ ഒരു സ്പിരിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സൈക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനത് പറയുന്നത്, പല കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഭയങ്കര ഡിസ്കംഫേർട്ടായിരിക്കും. പക്ഷേ നമുക്കത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനീഷ്യൽ ഫേസിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, പക്ഷേ കുറച്ച് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ദ ഈസിയസ്റ്റ് തിങ് ടു ഡു.